കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഈ ലക്ഷണം കാണുന്ന ആളുകൾ പിന്നീട് അങ്ങോട്ടേക്ക് ഫിസിക്കൽ കോണ്ടാക്ട് നിർത്തിവെക്കണം. അങ്ങനെയുള്ള ശരീരത്തിൽ കാണുന്ന ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ നിർത്തിവെക്കാനായിട്ട് പറയുന്നതിന് കാരണം ഈ ലക്ഷണങ്ങളെല്ലാം നിങ്ങളുടെ ശരീരത്തിൽ ഓവുലേഷൻ കഴിഞ്ഞതിൻ്റെയാണ്. ഓവുലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഏതെങ്കിലും ഒരു അണ്ടാശയത്തിൽ നിന്ന് മൂപ്പെത്തിയിട്ടുള്ള അണ്ടം പുറത്തേക്ക് വരുന്ന ദിവസമാണ്. ഒരു മാസത്തിൽ ലെഫ്റ്റ് സൈഡിൽ നിന്നാണെങ്കിൽ അടുത്ത മാസത്തിൽ റൈറ്റ് സൈഡിൽ നിന്നായിരിക്കും നമുക്ക് അണ്ടം പുറത്തേക്ക് വരുന്നത്. ഓവുലേഷൻ നടക്കുന്ന സമയങ്ങളിൽ അതുപോലെ തന്നെ ഫെർട്ടൈൽ ടൈം പീരീഡിലൊക്കെയാണ് ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ പ്രഗ്നന്റ് ആകാനായിട്ട് സാധ്യതയുള്ളത്. ഫെർട്ടൈൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് എപ്പോഴാണോ നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കുന്നത് അതിനേക്കാൾ ഒരു 3-4 ദിവസം മുൻപ് അത് സ്റ്റാർട്ട് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയങ്ങളിൽ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു പുരുഷന്റെ സ്പേം സ്ത്രീ ശരീരത്തിൽ മാക്സിമം 5 ദിവസം വരെയെങ്കിലും നിലനിൽക്കും. അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ ഫിസിക്കൽ കോണ്ടാക്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 5 ദിവസത്തിനുള്ളിൽ എപ്പോഴെങ്കിലും അണ്ടം വരികയാണെങ്കിൽ എളുപ്പത്തിൽ പ്രഗ്നന്റ് ആകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ഫെർട്ടൈൽ ടൈം പീരീഡിൽ നമ്മൾ കൃത്യം ഒരു സമയം ഒരു ദിവസം നിശ്ചയിക്കുന്നുണ്ടെങ്കിൽ കൂടി തന്നെയും അതിനേക്കാളും മുൻപും അതിനേക്കാളും ചിലപ്പോൾ ഒരു ദിവസം ശേഷവും നമുക്ക് ഓവുലേഷൻ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ആ സമയത്ത് ആ ഫെർട്ടൈൽ ടൈം പീരീഡിൽ നിങ്ങൾക്ക് ഓവുലേഷൻ സംഭവിക്കാം. ഓവുലേഷൻ നടക്കുന്ന ഒരു സമയത്ത് സ്ത്രീ ശരീരത്തിൽ ഒരുപാട് ലക്ഷണങ്ങൾ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതായത് നമ്മളുടെ സെക്സ് ഡ്രൈവിൽ ഉണ്ടാകുന്ന വ്യത്യാസം, നമുക്ക് സെർവിക്കൽ മ്യൂക്കസ് ഉണ്ടാകും, അതുപോലെ നമുക്ക് അബ്ഡോമൻ പെയിൻ ഉണ്ടാകും, ബ്രസ്റ്റിൽ വ്യത്യാസം ഉണ്ടാകും. ഇങ്ങനെ പലതരത്തിലുള്ള ചേഞ്ചസ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഓവുലേഷൻ ടൈം പീരീഡിൽ നമ്മൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്തെന്ന് പ്രഗ്നന്റ് ആകാനായിട്ട് സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്ന പോലെ തന്നെ ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ഫിസിക്കൽ കോണ്ടാക്ട് അവോയ്ഡ് ചെയ്യുന്നത് ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ട് ശരീരത്തിന് ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. അങ്ങനെ വരുന്ന സമയങ്ങളിൽ നിങ്ങൾ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള ടൈം പീരീഡിൽ ഫിസിക്കൽ കോണ്ടാക്ട് നിർത്തുന്നത് നല്ലതാണ്. കൃത്യം സൈക്കിൾ ലെങ്ത് പോകുന്ന ആളുകൾക്ക് എപ്പോഴാണോ ഓവുലേഷൻ ഡേറ്റ് അത് കൃത്യമായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇപ്പൊ നമ്മളുടെ എല്ലാ മാസവും നമുക്ക് 28 ദിവസം കൂടുമ്പോഴാണ് പീരീഡ്സ് ഉണ്ടാവുന്നതെങ്കിൽ 14ാമത്തെ ദിവസമായിരിക്കും നമുക്ക് ഓവുലേഷൻ ഉണ്ടാവുന്നത്. 30 ദിവസം കൂടുമ്പോഴാണെങ്കിൽ 16ാമത്തെ ദിവസമായിരിക്കും നമുക്ക് ഓവുലേഷൻ ഉണ്ടാവുന്നത്. ഓൾമോസ്റ്റ് നമ്മൾ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് വെച്ചിട്ടാണ്. കൃത്യം സൈക്കിൾ ലെങ്ത്തിൽ നമുക്ക് പീരീഡ്സ് വരുന്നുണ്ടെങ്കിൽ ഒരു 30 ദിവസം കൂടുമ്പോഴാണ് എല്ലാ മാസവും പീരീഡ്സ് വരുന്നതെങ്കിൽ 30 - 14. ഈ 14 എന്ന് പറയുന്ന സംഖ്യ മാറ്റമില്ലാത്ത ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു സംഖ്യയാണ്. 30ൽ നിന്ന് 14 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 16 ആണ്. അപ്പോൾ നമ്മുടെ പീരീഡ്സ് തുടങ്ങി അതിന്റെ 16ാമത്തെ ദിവസം നമുക്ക് ഓവുലേഷൻ സംഭവിക്കാം. അതുപോലെ തന്നെ 28 ദിവസമാണ് നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിളിന്റെ ലെങ്ത് എങ്കിൽ 28ൽ നിന്ന് നമ്മൾ 14 കുറയ്ക്കുക. 28 എന്നുള്ളത് 14 എന്ന് പറയുന്നത് മാറ്റമില്ലാത്തൊരു സംഖ്യയാണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് സെയിം ആ 14 തന്നെ നിങ്ങൾ കുറയ്ക്കുക. അങ്ങനെ കുറയ്ക്കുമ്പോഴേക്കും നിങ്ങൾക്ക് 14 ആയിരിക്കും ആൻസർ കിട്ടുന്നത്. അപ്പോൾ പീരീഡ്സിന്റെ 14ാമത്തെ ദിവസമായിരിക്കും നിങ്ങൾക്ക് ഓവുലേഷൻ സംഭവിക്കുന്നത്. എന്നാൽ ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾ ഉള്ളവർക്ക്, അതായത് 21 ദിവസത്തിനേക്കാളും കുറവും 35 ദിവസത്തിനേക്കാളും കൂടുതലുമായിട്ട് മെൻസ്ട്രേഷൻ ഉണ്ടാവുന്നവർക്കും കൃത്യമായി സൈക്കിൾ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റാത്തവർക്കും, അതായത് ഒരു മാസം 30 ആണെങ്കിൽ അടുത്ത മാസം 38, പിന്നെ 32 ഇങ്ങനെയൊക്കെ പോകുന്നവർക്ക് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. അവരൊക്കെ ഒരു ഊഹം വെച്ചിട്ടാണ് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആളുകൾ ഈ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് പാടില്ല. അതിൽ ഏറ്റവും ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ സെർവിക്കൽ മ്യൂക്കസിൽ ഉണ്ടാവുന്ന വ്യത്യാസമാണ്. സെർവിക്കൽ മ്യൂക്കസ് എന്ന് പറയുന്നത് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നമ്മളിൽ നിന്ന് ഉണ്ടാകുന്ന പച്ചമുട്ടയുടെ വെള്ള പോലെയുള്ള ഒരു ഡിസ്ചാർജ് ആണ്. ആ സെമന് ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു എൻവയോൺമെന്റ് ഉണ്ടാക്കി കൊടുക്കുന്നതിനും അതിനൊരു എനർജി കൊടുക്കുന്നതിനുമായിട്ട് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാകുന്ന ഡിസ്ചാർജ് പച്ചമുട്ടയുടെ വെള്ള പോലെയോ അതല്ലെങ്കിൽ നമ്മളിപ്പോൾ വെണ്ടക്ക കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു വഴുവഴുപ്പ് കാണില്ലേ, ഈ വഴുവഴുപ്പോട് കൂടിയതുമായിട്ടുള്ള ഡിസ്ചാർജ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഈ ഡിസ്ചാർജ് കാണുന്ന സമയമാണ് നമ്മുടെ ഓവുലേഷൻ സമയം. എന്നാൽ ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ഈ ഡിസ്ചാർജ് കുറച്ച് തിക്കാവാനായിട്ട് തുടങ്ങും, കട്ടിയുള്ളതാവാനായിട്ട് തുടങ്ങും. എഗ് വൈറ്റ് ടെക്സ്ചർ എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ലതുപോലെ വലിച്ചു നീട്ടാൻ പറ്റുന്ന നന്നായിട്ട് വഴുവഴുപ്പുള്ള ഡിസ്ചാർജ് ആണ്. എന്നാൽ ഈ ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം തിക്കാവുന്നുണ്ടെങ്കിൽ, കട്ടിയുള്ളതായിട്ട് വലിച്ചു നീട്ടാൻ പറ്റാത്തതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ആ മൊമെന്റിൽ നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് സ്റ്റോപ്പ് ചെയ്യുക. രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള ആഗ്രഹത്തിൽ വ്യത്യാസം വരിക.
ഓവുലേഷൻ നടക്കുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള താല്പര്യം വളരെയധികം കൂടുതലായിരിക്കും. നമ്മുടെ സെർവിക്സിൽ നിന്നുണ്ടാവുന്ന ഡിസ്ചാർജും അതുപോലെ വെറ്റ്നസും ശരീരത്തിൽ ഫീൽ ചെയ്യുന്നതും അതുപോലെ തന്നെ പുരുഷനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ശരീരഭാഗങ്ങളിൽ വ്യത്യാസം വരുന്നതും ഒക്കെ കൊണ്ടാണ് നമുക്ക് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള താല്പര്യം വർദ്ധിക്കുന്നത്. എന്നാൽ അതിനുശേഷം ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യം കുറഞ്ഞു കാണാറുണ്ട്. അങ്ങനെ കാണുന്ന സമയത്തും നിങ്ങൾ ഒരുപാട് ഇൻട്രസ്റ്റ് ഇല്ലാതെ കോണ്ടാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ നിങ്ങൾ കോണ്ടാക്ട് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത വ്യത്യാസം എന്ന് പറയുന്നത് അബ്ഡോമിനൽ പെയിൻ ആണ്. ഈ പെയിൻ നമുക്ക് ഉണ്ടാവുന്നത് നമ്മളുടെ ഏതെങ്കിലും ഒരു അണ്ടാശയത്തിൽ നിന്നാണ് അണ്ടം പുറത്തേക്ക് വരുന്നതെന്ന് പറഞ്ഞല്ലോ. ഈ ഫോളിക്കിൾ പൊട്ടിയിട്ട് അണ്ടം പുറത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ചെറുതായിട്ട് ക്രാമ്പ് ഫീൽ ചെയ്യും. നമ്മുടെ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ഒക്കെ ആയിട്ട് ഒന്ന് കുത്തുന്നത് പോലെയോ അല്ലെങ്കിൽ കൊളുത്തി പിടിക്കുന്നത് പോലെയുള്ളതോ ആയിട്ടുള്ള ഒരു വേദന നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ഒരുപാട് മണിക്കൂറുകളോളം ലാസ്റ്റ് ചെയ്ത് നിൽക്കുന്ന വേദനയല്ല, കുറച്ചു നേരം ഉണ്ടാകുന്ന വേദനയായിരിക്കും അത്. ഒരുപാട് ഹെവി ആയിട്ടുള്ള വേദനയും ആയിരിക്കില്ല, നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നോർമൽ ആയിട്ടുള്ള വേദനയായിരിക്കും. ഈ വേദന വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾക്ക് ഓവുലേഷൻ ആയി എന്നാണ്. അത് അങ്ങനെ ഒരു ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടേക്ക് ഒരു 2 ദിവസം കൂടി കോണ്ടാക്ട് ചെയ്യുക. അതിനുശേഷം കോണ്ടാക്ട് ചെയ്യാതിരിക്കുക. കാരണം അണ്ടം ശരീരത്തിലോട്ട് പുറത്തേക്ക് വന്നു, നമ്മുടെ ആ ഒരു ഫലോപ്പിയൻ ട്യൂബിനെ അത് ക്യാച്ച് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽപ്പുണ്ട്. ഇങ്ങനെയുള്ള സൂചനകളൊക്കെ നമുക്ക് തരുന്ന ഒരു ലക്ഷണമാണ് അബ്ഡോമൻ ക്രാംസ് എന്ന് പറയുന്നത്. അതിനുശേഷം ആ ക്രാംസ് വന്നതിന് ശേഷം നിങ്ങൾ പിന്നെ കോണ്ടാക്ട് സ്റ്റോപ്പ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നീട് അങ്ങോട്ടേക്ക് ഒരു 2 ദിവസം കൂടി ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് നിങ്ങൾ പിന്നെ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അടുത്തതാണ് ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ്. ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന ഒന്നാണ്. ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് യൂറിൻ സാമ്പിൾ കളക്ട് ചെയ്തിട്ടാണ് ഓവുലേഷൻ ടെസ്റ്റ് കിറ്റിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഇത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നുകിൽ പോസിറ്റീവ് കിട്ടും, അല്ലെങ്കിൽ ഫെയിന്റ് ലൈൻ കിട്ടും, അല്ലെങ്കിൽ നെഗറ്റീവ് കിട്ടും. നമ്മൾ ഓവുലേഷൻ ഡേറ്റിനോട് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് കിട്ടുന്നത് ഫെയിന്റ് ലൈൻ ആയിരിക്കും. അതായത് നിങ്ങളിപ്പോൾ ഒരു 14th ഡേ ആണ് നിങ്ങൾക്ക് ഓവുലേഷൻ വരുന്നതെങ്കിൽ ഒരു 11, 12, 13 ആ ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത് മങ്ങിയ വരയായിരിക്കും. 11ാമത്തെ ദിവസം ഭയങ്കര മങ്ങിയ വര, 12 അത് കുറച്ചും കൂടി കട്ടിയാവും, 13 അത് കുറേയും കൂടി കട്ടിയാവും, ദെൻ 14 ആവുമ്പോൾ നിങ്ങൾക്ക് 2 ലൈനും നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടും. അതിനുശേഷമുള്ള സമയങ്ങളിൽ നിങ്ങളുടെ ശരീരത്തിൽ LH ഹോർമോണിന്റെ സർജ് ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോഴേക്കും പിന്നീട് അങ്ങോട്ടേക്ക് നിങ്ങൾ ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെഗറ്റീവ് ആയിരിക്കും കിട്ടുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് പലരും ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു ലക്ഷണം എളുപ്പത്തിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഓവുലേഷൻ ടെസ്റ്റ് കിറ്റിന്റെ ഒരു സ്ട്രിപ്പ് ഒരു പാക്കറ്റ് മേടിക്കുകയാണെങ്കിൽ അതിൽ 3 or 4 ഒരു കിറ്റ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ചില ആളുകൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ ഒരു വ്യത്യാസം എളുപ്പത്തിൽ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ മൂഡ് സ്വിങ്സിലൊക്കെ വ്യത്യാസം വരിക. ഓവുലേഷൻ എടുക്കുന്ന സമയവും പീരിയഡ്സ് എടുക്കുന്ന സമയവും പ്രഗ്നൻസി ആകുന്ന സമയവും ഒരുപാട് ഹോർമോൺ ചേഞ്ചസ് നമുക്ക് ശരീരത്തിൽ ഉണ്ടാവുന്ന സമയമാണ്. ഈ സമയത്ത് എല്ലാ സ്ത്രീകളും ഒരു മൂഡ് സ്വിങ്സിന്റെ റോളർ കോസ്റ്ററിൽ കയറിയിരിക്കുകയായിരിക്കും. ഉയർച്ച താഴ്ചകളൊക്കെ എല്ലാവർക്കും ആ ഒരു സമയത്ത് ഉണ്ടാകും. ചില ആളുകൾക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും, ചില ആളുകൾക്ക് ഭയങ്കര സങ്കടമായിരിക്കും, ചിലർ എന്തെന്നില്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കും. ഈ വ്യത്യാസങ്ങളൊക്കെ പലർക്കും ഉണ്ടാകും. എന്നാൽ ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം അതുകൊണ്ടാണ് നിങ്ങൾക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടായതെങ്കിൽ ഈ ലക്ഷണങ്ങളൊക്കെ നിൽക്കാറുണ്ട്. നമുക്ക് പിന്നീട് അങ്ങോട്ടേക്ക് ഈ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതും നമ്മുടെ ഓവുലേഷൻ കഴിഞ്ഞതിന്റെ ഒരു ലക്ഷണമാണ്. ഇനി എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയമാണ്, എന്തുകൊണ്ട് ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് പാടില്ല? ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയം നമ്മൾ ശരീരത്തിന് കുറച്ചൊന്ന് റെസ്റ്റ് കൊടുക്കേണ്ട സമയമാണ്. ചില ആളുകൾക്ക് അവരുടെ ശരീരപ്രകൃതി അനുസരിച്ചിട്ട് അവർക്ക് ചിലപ്പോൾ കോൺട്രാക്ഷൻസ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്, ചിലർക്ക് ഷോർട്ട് സർവിക്സ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കത് മിസ്കാരേജ് ആയി പോകാനായിട്ട് സാധ്യത കൂടുതലായിരിക്കും. അതുപോലെ തന്നെ പ്രീവിയസ് മിസ്കാരേജ് ഹിസ്റ്ററീസ് ഉള്ളവർക്കും ഈ ഒരു സമയത്ത് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ്. എന്നാൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഒരുപാട് പ്രഷർ കൊടുക്കാതെ, ഹസ്ബൻഡ് ആണ് നിങ്ങളെ ആ ഒരു കാര്യത്തിന് വേണ്ടി നിർബന്ധിക്കുന്നതെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും വില്ലിംഗ് ആയതിനു ശേഷം മാത്രം ആ ഒരു കോണ്ടാക്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഒരുപാട് പേർക്ക് ആ ഒരു പ്രവർത്തനം ഹെവി ആയിട്ട് പോയി കഴിഞ്ഞാൽ ലൂബ്രിക്കേഷൻ ഒന്നും ഇല്ലാതെ, വജൈനൽ വെറ്റ്നസ് ഒന്നും ഇല്ലാതെ ആ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് കോൺട്രാക്ഷൻസ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്.
ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചില സ്ത്രീകൾക്ക് ഓവുലേഷൻ കഴിഞ്ഞിട്ട് പീരീഡ്സ് എടുക്കുന്നതിന് 2-3 ദിവസം മുൻപൊക്കെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പീരീഡ്സ് വരുന്നവരുണ്ട്. ചിലപ്പോൾ എക്സ്പെക്ടഡ് ഡേറ്റ് അതായിരിക്കില്ല, പക്ഷേ പീരീഡ്സ് വരുന്നവരുണ്ട്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ മറ്റൊരു റീസണും കൂടിയുണ്ട്. കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫിസിക്കലി ഒരു വല്ലാത്തൊരു പ്ലഷർ കിട്ടുന്നുണ്ട്. ആ ഒരു പ്ലഷർ ഫീൽ ചെയ്യണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ സമയത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല. പക്ഷെ ഒരുപാട് ഹെവി ആയിട്ടുള്ള രീതിക്കോ സ്ത്രീകളുടെ വില്ലിങ് ഇല്ലാത്ത രീതിക്കോ കോൺടാക്ട് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചില ഡോക്ടേഴ്സ് നമ്മളോട് പറയാറുണ്ട് ആ പ്രഗ്നൻസി ആകുന്നതിന്റെ ആദ്യത്തെ ട്രൈമസ്റ്റർ കോണ്ടാക്ട് അവോയ്ഡ് ചെയ്യാനായിട്ട് പറയുന്നവരുണ്ട്. അങ്ങനെ പറയുന്നതിന് കാരണം നമുക്ക് ഇംപ്ലാന്റേഷൻ ഒക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നതിനും അതുപോലെ മറ്റുള്ള ഇൻഫെക്ഷൻസ് ഒന്നും ഇല്ലാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. ആ ഒരു രീതിക്ക് നിങ്ങളിത് എടുക്കുക കേട്ടോ. കാരണം ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള ആ ഒരു 6 days മുതൽ നമുക്ക് ഇംപ്ലാന്റേഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുകയാണ്. നമ്മുടെ പ്രഗ്നൻസിയുടെ തുടക്കം അവിടെ തുടങ്ങുകയാണ്. അങ്ങോട്ടേക്കാണോ ഇങ്ങോട്ടേക്കാണോ എന്ന് നമുക്ക് പ്രോപ്പറായിട്ട് പറയാൻ പറ്റാത്ത ടൈം പീരീഡ് ആണ് ആ ഒരു ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയവും നിങ്ങളുടെ ഫസ്റ്റത്തെ ട്രൈമസ്റ്ററും. ആ സമയങ്ങളിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന കെയർ നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രഗ്നൻസി നോക്കുന്ന സമയത്ത് ഓറൽ ആയിട്ടുള്ള മെത്തേഡ് സ്ത്രീകൾക്ക് ചെയ്ത് കൊടുക്കുന്ന മെത്തേഡോ അല്ലെങ്കിൽ ഫിംഗറിംഗ് മെത്തേഡോ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. നോർമലി കോൺടാക്ട് ചെയ്താലും പ്രശ്നമില്ല, പക്ഷേ ഫിംഗറിംഗ് ഒന്നും ചെയ്യാതിരിക്കുക. ഇൻഫെക്ഷൻസ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ഫിസിക്കൽ കോണ്ടാക്ട്, സെക്സ്, ഓവുലേഷൻ എന്നൊക്കെ പറയുന്ന സമയത്ത് വളരെ വൾഗറായിട്ട് മെസ്സേജ് ഇടുന്ന ഒരുപാട് ഞരമ്പന്മാർ ചാനലിൽ കറങ്ങി നടക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരുടെ കമന്റ്സ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഒരു ലൈൻ മാത്രം നിങ്ങൾ വായിക്കുക. അതിനുശേഷം ആ കമന്റ് ചാനലിൽ റിപ്പോർട്ട് അടിച്ച് ബ്ലോക്ക് ചെയ്യുക കേട്ടോ. ഫുള്ള് വായിക്കാൻ നിൽക്കരുത്. നിങ്ങളുടെ ഒരുപാട് ദിവസങ്ങളിൽ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് പറ്റുന്ന തരത്തിലുള്ള അത്രയും വൾഗറായിട്ടുള്ള വൃത്തികെട്ട കമന്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ. നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്തിട്ടായിരിക്കും അവർ പറയുന്നത്. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.